അപ്പോൾ പ്രിയരെ നമസ്കാരം. ഈ മയക്കുമരുന്നുകളുടെ കാര്യത്തിൻ്റെ തുടർച്ചയാണ് ഞാൻ പറയുന്നത്. അതിപ്പോൾ നമ്മുടെ ഇവിടെ മയക്കുമരുന്നുകൾ, നാർക്കോട്ടിക് ഡ്രഗ്സ് കിട്ടുന്നതിൽ ഒരുപാട് മാർഗങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ നൂതനമായ മാർഗം ഓൺലൈൻ പർച്ചേസിംഗ് ആണ്. പലതരത്തിലുള്ള ആപ്പുകളടക്കം ഡൗൺലോഡ് ചെയ്തുകൊണ്ടുള്ള ഓൺലൈൻ പർച്ചേസിംഗ് ആണ് ഏറ്റവും അപകടകരമായതെന്ന് പറയാതിരിക്കാൻ വയ്യ. കൂടാതെ ട്രെയിനിലും ബസ്സിലും ബോർഡർ വഴിയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ ബുദ്ധിമുട്ടാണ്. ട്രെയിനിലൊക്കെ കൊണ്ടുവരുന്നത് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാലും പോലീസും എക്സൈസും RPF-ഉം ഒക്കെ അതുപോലെ ജില്ലാ ആന്റി നാർക്കോട്ടിക് സെല്ലും എല്ലാം സംയുക്തമായിട്ട് അവർ പരമാവധി നോക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇന്നലെ മിനിഞ്ഞാന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ 87 ചില്ലറ കേസുകൾ നമ്മളിവിടെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പിടിക്കുന്നതിന്റെ എത്രയോ ഇരട്ടിയാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യത്തിൽ നിസ്തർക്കമാണ് കാര്യം. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒഡീഷയിലൊക്കെ നേരത്തെ പറഞ്ഞു, ഒഡീഷയിലൊക്കെ 10,000-3,000-നോ ഒഡീഷ ഛത്തീസ്ഗഡ് പോലുള്ള 3,000-5,000 റുപ്യക്കാണ് ഒരു കിലോ. ഇവിടെ കൊണ്ടുവരുമ്പോൾ റീറ്റെയിലായിട്ട് 1 ലക്ഷം റുപ്യ വരെ വിൽക്കണം നടക്കേണ്ടതെന്നാണ് വിവരങ്ങൾ കിട്ടുന്നത്. അതുപോലെ തന്നെ വിദേശ രാഷ്ട്രങ്ങളിൽ നിർമ്മിക്കപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗുകൾ കടൽ മാർഗം വഴി, കണ്ടെയ്നറുകൾ വഴി ഇതിനു മുമ്പ് തന്നെ അരവിന്ദ് കെജ്രിവാളും അതുപോലെ വാർത്തകളിലൊക്കെ വായിച്ചതുപോലെ തന്നെ മുന്തിരി തുറമുഖത്തൊക്കെ ധാരാളം വന്ന് ഇറങ്ങുന്നുണ്ടെന്നുള്ള വാർത്തകളിൽ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ തൂത്തുക്കുടി വഴി, ശ്രീലങ്ക വഴി അങ്ങനെ അഭയാർത്ഥികളിലൂടെയും ഇവിടെ എത്തുന്നുണ്ടെന്നാണ് ചില വാർത്താ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, എസ്പെഷ്യലി കൊച്ചി പോലുള്ള നഗരങ്ങളിലേക്ക് ഒരുപാട് സാധനങ്ങൾ എത്തുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും നമ്മൾ വാങ്ങിക്കാൻ തയ്യാറുള്ളതാണല്ലോ, ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളതുകൊണ്ടാണല്ലോ ഇവിടെ വിൽപ്പന നടത്തുന്നത്. മറ്റൊരു സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഒരുപാടുള്ള ആഗമനമാണ്. അവർ ഓരോ ആളുകളും നാട്ടിൽ പോയിട്ട് വരുമ്പോൾ അവർ ട്രെയിനിൽ പലരും കൊണ്ടുവരേണ്ടെന്നുള്ള വിവരമാണ് മാധ്യമങ്ങളിലൂടെ അറിയാൻ കഴിയുന്നത്. അതിന് സംശയമില്ല. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഗൗരവതരമായിട്ട് തന്നെ സമൂഹം അതിൽ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരുടെ അഭിപ്രായം പോലെ തന്നെ എൻ്റെയും അഭിപ്രായം. അതിൻ്റെ സോഴ്സ് ഇങ്ങനെയൊക്കെയാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ എൻ്റേതായിട്ടുള്ള ചില നിഗമനങ്ങളിൽ ഞാൻ ഇതിൻ്റെ എങ്ങനെ നമുക്ക് തടയപ്പെടാം എന്നുള്ളതും കൂടിയിട്ട് നമുക്ക് ഇതിനെ മറച്ചു വയ്ക്കാം. അതിന് മുന്നോടിയായിട്ട് ഞാൻ പറയട്ടെ, ഇതെങ്ങനെയാണ് വ്യാപിക്കപ്പെടുന്നത് ചോദിച്ചാൽ, കുട്ടികൾക്കുള്ള ജിജ്ഞാസയുണ്ടല്ലോ, പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണിക്കുള്ള അറിവ്, ആ ആർഭാടത്തിനുള്ള മാനദണ്ഡം, അടിച്ചുപൊളിച്ച് നടക്കുക, അങ്ങനെ പലതരത്തിലുള്ള റീസൺസ് ഉണ്ടെന്നാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളൊക്കെ ഈ കാര്യത്തിനെ സംബന്ധിച്ച് പരീക്ഷണം നടത്തി പറയുന്നത്. ഓക്കെ, അപ്പം ഞാനതിൻ്റെ കൂടുതൽ നീട്ടാതെ തന്നെ എൻ്റെ ഐഡിയക്കനുസരിച്ചുള്ള ചില വഴികൾ പറഞ്ഞുകൊണ്ട് നിർത്താം. നമ്മുടെ സമൂഹത്തിൽ ഇത്തരം മയക്കുമരുന്ന് വ്യാപനിച്ചപ്പോൾ മദ്യത്തിന്റെയും പുകവലിയുടെ ഒക്കെ വർത്തമാനം പറയാണ്ടായി എന്നുള്ളത് വേറൊരു കാര്യം. അത് നേരത്തെയൊക്കെ ആന്റി ടൊബാക്കോ ഡേക്ക് ഒരുപാട് സംസാരിക്കാൻ പോയിട്ടുള്ളതാണ്. പുകയിലയിൽ 70ഓളം ക്യാൻസറോജനിക് ഇതുണ്ട്, മൂലകങ്ങളുണ്ട്, അല്ലെങ്കിൽ കെമിക്കൽസ് ഉണ്ട്, 4000-ഓളം വിഷവസ്തുക്കളുണ്ടെന്നൊക്കെ പറച്ചിലൊക്കെ ഇപ്പം ഇല്ലാണ്ടായി. മദ്യത്തിലും അതുപോലെ തന്നെ അതിന്റെ ദോഷങ്ങളെക്കുറിച്ച് പറയുന്ന പരിപാടിക്ക് ഇപ്പില്ലുണ്ട്. ഈ നാർക്കോട്ടിക്സിന്റെ വിഷയം മാത്രം വന്നു. ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കപ്പെടായിരുന്നു വെറുതെ വഴിയെന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് എനിക്കിതിൽ പറയാനുള്ളത്, നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ നേരത്തെ കഴിഞ്ഞ 2 വർഷം മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തുടങ്ങി വെച്ച് എന്നാൽ പൂർത്തീകരിക്കാത്ത സംഗതിയുണ്ട്. അപ്പോൾ അത് പുനർജീവിപ്പിക്കുക. ഞാൻ വീണ്ടും ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊക്കെ ഒരു ന്യൂസ് വാല്യൂവിന് വേണ്ടിയിട്ടോ കുറച്ചു നാളത്തേക്കുള്ള ഒരു ഇടപെടലായിട്ടോ കരുതാതിരുന്നാലേ രക്ഷപ്പെടാൻ സാധ്യതയുള്ളൂ. അതല്ല, വാർത്താമാധ്യമങ്ങൾക്ക് വേണ്ടി മുമ്പാകെ സംസാരിക്കാൻ വേണ്ടിയിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ് നിരത്താൻ വേണ്ടിയിട്ടും ആണെങ്കിൽ കേരളം, ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, 10 വർഷം കഴിയുമ്പോൾ തലച്ചോറില്ലാത്ത യുവതയുടെ നാടായി മാറുന്നുള്ളത് തർക്കം വേണ്ട. എൻ്റെ ഈ വീഡിയോ അതിൽ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് കാണാം. ഓക്കെ, ഞാൻ പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ തുടങ്ങി വെച്ച പോലെ തന്നെ പഞ്ചായത്ത് കമ്മിറ്റികൾ വിളിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അവർ സൂപ്പർവൈസ് ചെയ്യട്ടെ. പക്ഷേ ഏറ്റവും അടിസ്ഥാന ഘടകം വാർഡ് കമ്മിറ്റികൾ, വാർഡ് ആന്റി നർക്കോട്ടിക്സ് സ്ക്വാഡുകൾ രൂപീകരിക്കുക. അതിനകത്ത് രാഷ്ട്രീയ ഭേദമന്യേയുള്ള ചെറുപ്പക്കാരെയും അതുപോലെ തന്നെ മുതിർന്നവരെയും
അതിൽ റിട്ടയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അതിൽ പോലീസ് ആയിക്കോട്ടെ, എക്സൈസ് ആയിക്കോട്ടെ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അധ്യാപകരായിക്കോട്ടെ, ഇങ്ങനെ ഉള്ള ആളുകളെ മുഴുവൻ അതിലേക്ക് ഓരോ വാർഡിൽ എത്ര പേര്, അതിൽ എണ്ണം നോക്കേണ്ട കാര്യമില്ല, 50 എങ്കിൽ 50 പേര്, 100 എങ്കിൽ 100 പേര്, ഇത്രയും ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ജംബോ കമ്മിറ്റി അല്ലെങ്കിൽ ഒരു ആന്റി നർക്കോട്ടിക്സ് അവയർനെസ് കമ്മിറ്റി രൂപീകരിക്കുകയും അവര് ഈ വാർഡുകളിലുള്ള ഇടപെടലുകൾ, ഇവരുടെയൊക്കെ ഈ നർക്കോട്ടിക്സ് ഡ്രഗ്സിന്റെ വിൽപ്പനക്കാരുടെ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൈമാറുകയും ചെയ്യുക എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് ചെയ്യാനുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നടപ്പാകുമെന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു അഭിപ്രായം പറയാണ്, നടപ്പാകുക മാത്രമല്ല 1-2 തവണ മീറ്റിംഗ് കൂടിയാൽ പിന്നെ അത് അവസാനിക്കാനാണ് സാധ്യത കേരളത്തിന്റെ പ്രത്യേകത അനുസരിച്ചുകൊണ്ട്. അതൊന്നുമല്ല ഞാൻ കാണുന്ന സ്വപ്നം. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അവിടുത്തെ ഭരണ പ്രതിപക്ഷാംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പഞ്ചായത്ത് കമ്മിറ്റിയും അതുപോലെ തന്നെ അവിടെ സ്റ്റാഫിനെയും മിനിസ്റ്ററി സ്റ്റാഫിനെയും കൂടി ഉൾപ്പെടുത്തിയുള്ള പഞ്ചായത്ത് കമ്മിറ്റിയും വാർഡിലുള്ള ഞാൻ മുൻ പറഞ്ഞ തസ്തികയിൽ നിന്നും വിരമിച്ചവരും അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളെയും ഉൾപ്പെടുത്തുകയും ഓരോ വാർഡിലുമുള്ള ഓരോ മുക്കിനുമുക്കിലുള്ള പലചരക്കടക്കാരെയും പെട്ടിക്കടക്കാരെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരെയും ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമന്റ് അടിക്കാൻ വേണ്ടി വെറുതെ ഇപ്പൊ തൽക്കാലം ജോലി കിട്ടാതെ വട്ടം തിരിയുന്ന പിള്ളേരെ അടക്കം ഇതിനകത്ത് ഈ ആന്റി നർക്കോട്ടിക്സ് അവയർനെസ് കോഡിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവരെ ആ വാർഡിൽ എപ്പോഴും സദാ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്യുക. ഇങ്ങനെ പെട്രോൾ മക്സുമായിട്ട് നടക്കൊന്നും വേണ്ട, ലൈറ്റിംഗ് കത്തിച്ച് നടക്കൊന്നും വേണ്ട. ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ ഇതിന്റെ ആളുകൾ ഉണ്ടെങ്കിൽ, ഒന്നല്ലെങ്കിൽ 2 തവണ 3 തവണ ഒരേ ബൈക്കുകാരൻ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അപരിചിതനായ ബൈക്കുകാരൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ ആരെങ്കിലും ഒരാൾ അറിയാതിരിക്കില്ല. പലചരക്കിടക്കാരനുണ്ട്, അതുപോലെ തന്നെ പെട്ടിക്കടക്കാരനുണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്. എവിടെയാണ് ഓട്ടോറിക്ഷ ഇല്ലാത്തത്? ഏത് മുക്കിലാണ് ഓട്ടോറിക്ഷ ഇല്ലാത്തത്? അപ്പൊ ഇത്തരം സംവിധാനങ്ങൾ ഫലവത്തായിട്ട് പ്രയോഗിക്കാൻ താല്പര്യമുള്ള ആളുകളെ അതിലേക്ക് ഉൾച്ചേർക്കുകയും അത് ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും റിവ്യൂ മീറ്റിംഗ് കൂടുകയും അതിനകത്ത് രഹസ്യമായി സൂക്ഷിക്കണമെന്ന് പറഞ്ഞാൽ പോലും സാധ്യതയില്ല എങ്കിൽ പോലും അതിനകത്ത് പറയാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ട് സത്യസന്ധമായിട്ട് ഈ നാടിനെ രക്ഷിക്കണം എന്ന രീതിയിലേക്ക് പ്രവർത്തിച്ചാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ വാർഡ് തല ആന്റി നർക്കോട്ടിക്സ് അവയർനെസ് സ്ക്വാഡുകൾ രൂപപ്പെടുത്തി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇതിനെ ഒരു പരിധിവരെ സ്റ്റോപ്പ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ സ്ലോ ആക്കാൻ കഴിയും ഈ വിൽപ്പനക്കാരെ എന്ന് ഉറപ്പ് ഞാൻ പറയുന്നു. ഇനി എനിക്ക് പറയാനുള്ളത്, സ്കൂളിൽ ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. ഇത് വല്ലാത്തൊരു കഷ്ടമാണ്. കാരണം സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പൊക്കെ എത്ര നന്നായി പോയിക്കൊണ്ടിരുന്ന അറിയോ, ഭയങ്കര ഇതൊക്കെയാണ്. കാരണം പൊതുജനത്തിന്റെയും സ്റ്റുഡൻസിന്റെയും നന്മയിലാക്കാക്കിക്കൊണ്ട് ചില ബുദ്ധിജീവികളായിട്ട് പോലീസ് ഓഫീസർമാർ ചെയ്ത പരിപാടികളാണ്. ഏറ്റവും നല്ല പരിപാടിയാണ്. എങ്ങനെയാണെങ്കിൽ ക്രിയാത്മകമായിട്ട് നടത്തുകയാണെങ്കിൽ വളരെ നിഷ്പക്ഷമായിട്ടും അതുപോലെ തന്നെ മൂല്യവത്തായ പ്രവർത്തനം കാഴ്ചവെക്കുകയാണെങ്കിൽ സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകൾ ഏറ്റവും ബെറ്ററാണ്, സംശയമില്ല. അതിലേക്കൂടെ അനുഭവത്തിലൂടെ സഞ്ചരിച്ചു നോക്കിയാലേ അറിയുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഈ SPG സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിലുള്ള അതോറിറ്റീസ് ഉണ്ടല്ലോ, അതിനകത്തുള്ള സ്കൂളിന്റെ പ്രിൻസിപ്പൽ HM, ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ ഹെഡ് മിസ്റ്റേഴ്സ്, അവരും അതുപോലെ തന്നെ സ്ഥലത്തുള്ള പോലീസ് ഓഫീസറും വളരെ ഗൗരവകരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടാലാണ് പ്രധാനമായിട്ട് ഇതിന്റെ ചലനം മുന്നോട്ട് പോവുകയുള്ളൂ. ഇവർ വിളിച്ചാലാണ് ഈ മറ്റുള്ള ആളുകളൊക്കെ വരിക, പ്രത്യേകിച്ച് പോലീസ് ഓഫീസറോ എക്സൈസ് ഓഫീസറൊക്കെ വിളിച്ചാലാണ് വരിക, മീറ്റിങ്ങിന് വേണ്ടി വരിക. അപ്പൊ ഇങ്ങനെ സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിൽ അറിയാലോ, പലർക്കും അറിയാം. സ്കൂളിന്റെ പ്രിൻസിപ്പൽ ഉണ്ടാവും, അവിടുത്തെ സ്റ്റാഫിന്റെ പ്രതിനിധികൾ ഉണ്ടാവും, സ്കൂളിന്റെ കുട്ടികളുടെ പ്രതിനിധികൾ ഉണ്ടാവും, പുറത്ത് പലചരക്കടക്കാരുണ്ടാവും, ഫാൻസി കടക്കാരനുണ്ടാകും, ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ടാവും, ബസ് ഡ്രൈവർ ഉണ്ടാവും, സ്കൂൾ ഡ്രൈവർ ഉണ്ടാവും. അങ്ങനെ സർവമാന തലങ്ങളിലുമുള്ള ആളുകളെ ഇതിലേക്ക് ചേർക്കുകയും ഈ സ്കൂളിന്റെയും പരിസരത്തും സ്കൂളിനകത്തുമുള്ള ഇത് ഉപയോഗിക്കാൻ താല്പര്യം കാണിക്കുകയും അല്ലെങ്കിൽ ഇത് കൊണ്ടുവരുന്നതും വാഹകരുടെയും ലിസ്റ്റുകൾ അല്ലെങ്കിൽ നിരീക്ഷണം നടത്തിയിട്ട് ആ വിഷയത്തിലേക്ക് ഗൗരവതരമായിട്ട് കൈകാര്യം ചെയ്താലും സ്കൂളിന്റെ പരിസരത്തും വിൽപ്പന നിൽക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട. വേറൊരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം നടപ്പാക്കാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ കാലഘട്ടം മോശമായതുകൊണ്ട് ഇപ്പൊ നമ്മൾ മദ്യപിച്ചവരെ കൊണ്ടുപോകുമ്പോൾ ബ്ലഡ് സാമ്പിൾ എടുക്കണ്ടല്ലോ.
അതുപോലെ ആവശ്യം വന്നാൽ ബാലനീതി നിയമത്തിൽ വരെ മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ സംശയിക്കപ്പെടുന്ന കുട്ടികളുടെ ബ്ലഡോ യൂറിനോ റാൻഡം ചെക്കിംഗ് നടത്താനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ കുട്ടികൾ ഇതൊന്ന് ഭയന്ന് പിന്മാറും. ഈ തീരെ ഉപയോഗിക്കാതിരിക്കും ജീവിക്കാതിരിക്കാൻ പറ്റില്ല എന്നുള്ള സ്കൂൾ വിട്ടു പോയിക്കോട്ടെ. അതാണ് എന്റെ അഭിപ്രായം. ആ സ്കൂളിൽ ഒരുത്തം പോയാലും മറ്റു കുട്ടികൾ നശിക്കില്ലല്ലോ. അപ്പൊ റാൻഡം ചെക്കിംഗ് നടത്തുക എന്താണ്? കുട്ടികൾ ഇങ്ങനെ ആദ്യം സംശയിക്കപ്പെടുന്ന കുട്ടികളെ നിരീക്ഷിക്കുക. അവരെന്നിട്ട് അങ്ങോട്ട് ആകെ പുറത്താക്കുന്നുമുണ്ട്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ്. അല്ലാതെ അവരങ്ങോട്ട് കണ്ടിട്ട് പോസിറ്റീവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരെ പുറത്താക്കലല്ല. അവരെ മുഖ്യധാരയിലേക്കും സ്നേഹത്തിന്റെ പാതയിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ സ്കൂളിലെ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും മറ്റു സമൂഹവും പ്രയത്നിക്കുക. അധ്യാപകര് റിസ്ക് എടുക്കണില്ല. ശരിയാണ്, അവർക്ക് പല വെല്ലുവിളികളുണ്ട്. ഞാൻ അധ്യാപകരോട് പോക്സോയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 2 ക്യാമ്പുകളിൽ സംസാരിക്കാൻ പോയപ്പോൾ അവരുടെ ചിലരുടെയൊക്കെ ആവലാതി ഇതായിരുന്നു. കുട്ടികളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ പോക്സോ കേസിൽ വരെ ചിലപ്പോൾ പെട്ടുപോകുമെന്നുള്ള ആശങ്കയിലാണ് ചില അധ്യാപകർ ആശങ്ക പ്രകടിപ്പിച്ചത്. അത്രത്തോളം നിയമത്തെ ചൂഷണം ചെയ്യുന്ന വിഭാഗമായിട്ട് ചില ആളുകൾ മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷേ റിസ്ക് എടുക്കണം. അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ റിസ്ക് എടുക്കണം. അതിനെയൊക്കെ സൂക്ഷ്മതയോടെ നമ്മൾ വളരെ കൃത്യമായിട്ട് തെളിവൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനെ ഈ മയക്കുമരുന്നിന്റെ വ്യാപനത്തിനെതിരെ സമരം ചെയ്യാൻ വേണ്ടിയിട്ട്, തടഞ്ഞു നിർത്താൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ആ വിഷയത്തിൽ വളരെയധികം ഇൻട്രസ്റ്റ് എടുക്കണം അധ്യാപകർ എന്നാണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമെങ്കിൽ ബാലനീതി നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ട് റാൻഡം യൂറിൻ ഓർ ബ്ലഡ് ചെക്കിംഗ് പോലും നടത്തിയിട്ട് ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ശ്രമങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ മറ്റു കുട്ടികൾ എന്തായാലും അത് തീർച്ചയായിട്ടും അത് ചെയ്യില്ല. പിന്നെ ഇതിനകത്തുള്ള കുട്ടികൾ തന്നെ പിന്നീട് അഥവാ ഒരു തവണയൊക്കെ ഉപയോഗിച്ചമാരുടെ പിന്നെ ജീവിതത്തിൽ ഉപയോഗിക്കില്ല. ആ ഒരു മാർഗം കൂടി അവലംബിച്ചാൽ നന്നായിരിക്കും. നടപ്പിൽ വരുത്താനും ഇതൊന്നും എന്റെ വാക്കിൽ ശ്രദ്ധിക്കാനൊക്കെ മിനിമം ആൾക്കാരുള്ളൂ എന്നറിയാം. എന്നെങ്കിലും ശ്രദ്ധിക്കപ്പെടുകയാണെങ്കിൽ ശ്രദ്ധിക്കപ്പെട്ടെ. അതാണ് ഈ ഒരു കാര്യത്തിൽ. മറ്റൊന്ന് പറയാനുള്ളത് പോലീസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പോലീസ് എക്സൈസ് സംവിധാനങ്ങൾ വളരെ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ റിസൾട്ട് പലതും ഇപ്പൊ കേസ് പിടിച്ചുകൊണ്ട് മാത്രം, കേസ് നിസ്സാരമല്ല കേട്ടോ, കേസ് പിടിക്കാവുന്ന നിസ്സാരമല്ല, വളരെ റിസ്ക് ഫുൾ ആയിട്ടുള്ള, ചിലരുടെയൊക്കെ ജീവന് വരെ ഭീഷണിയായിട്ട്, എന്റെയൊക്കെ ഒരു കൂട്ടുകാരൻ പയ്യനുണ്ട്, അവരുടെയൊക്കെ ജീവന് വരെ ഭീഷണിയായിട്ടാണ് അവർ ഈ നർക്കോട്ടിക്സ് ഡ്രഗ്സിന്റെ യൂസേഴ്സിനെയൊക്കെ പിന്നെ ഉപഭോക്താക്കളിനെയൊക്കെ അവർ അറസ്റ്റ് ചെയ്ത് പിടിക്കണം. ഭയങ്കര റിസ്ക്കാണ്, ഒരു സംശയമില്ല. ഭയങ്കര റിസ്ക് എന്ന് പറഞ്ഞാൽ ഹൈ റിസ്കിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരെന്തും ചെയ്യാൻ തയ്യാറാകുന്ന മനസ്സാണ് അവരുടെ. അപ്പൊ അതുകൊണ്ട് വളരെ റിസ്കിയാണ് അവരുടെ ലൈഫ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ കേസുകളൊക്കെ പിടിക്കുമ്പോഴും കുറച്ചുകൂടി അനായാസമായിട്ട് ഇൻഫർമേഷൻസ് ഗ്രാമങ്ങളിൽ നിന്ന് കിട്ടാൻ നമ്മുടെ നിലവിലുണ്ടെങ്കിലും പേരിന് മാത്രമായി അവശേഷിച്ചിരിക്കുന്ന ജനമൈത്രി പോലീസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തണം എന്നൊരു അഭിപ്രായം. ജനമൈത്രി പോലീസ് സംവിധാനത്തിനെ പോലീസിനകത്ത് തന്നെയുള്ള ഒരു വിഭാഗവും അതുപോലെ തന്നെ പുറത്തുള്ള രാഷ്ട്രീയക്കാരിൽ ഒരു വിഭാഗവും വളരെയധികം നിശിതമായി വിമർശിക്കുന്നുണ്ടെങ്കിലും അനുഭവസ്ഥൻ എന്ന നിലയ്ക്ക് എന്റെ അഭിപ്രായം, ജനമൈത്രി പോലീസ് ശരിയായ രീതിയിലും കൃത്യമായ രീതിയിലും മൂല്യവത്തായ രീതിയിലും നടത്തുകയാണെങ്കിൽ അതുകൊണ്ട് ഉപകാരമുണ്ട് നാടിന് എന്നതിൽ സംശയമില്ല. അപ്പോ ഈ എന്താ കാരണം ചോദിച്ചാല്, 2 പോലീസ് ഉദ്യോഗസ്ഥന്മാരിനെ ഓരോ വാർഡിലേക്കും ബീറ്റുകളിലേക്കും വിട്ടുകഴിഞ്ഞാൽ അവര് മറ്റു ഡ്യൂട്ടിക്ക് എടുക്കാതിരുന്നാൽ, ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ജോലി എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകളായിട്ട് ഏറ്റവും നല്ല സമ്പർക്കം വരും. ആ സമ്പർക്കം വരുന്ന സമയത്ത് ഈ പോലീസിനെ വിശ്വാസത്തിലെടുക്കാവുന്ന രീതിയിലേക്ക് ഈ പോലീസുകാർ അവരുടെ മനസ്സിലേക്ക് ഉയർന്ന സ്ഥാനം പിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും അവിടെ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഇൻഫർമേഷൻസ് ഇവർക്ക് കൊടുക്കും. ഇവർക്ക് കൊടുത്തിട്ടേ വേറെ ആരെങ്കിലും വിളിക്കുള്ളൂ. ഞാൻ പറഞ്ഞ സാധാരണക്കാരുടെ നേതാക്കന്മാരൊക്കെ ആണെങ്കിൽ DYSP അല്ലെങ്കിൽ CI നമുക്ക് അവരെ കണക്കിലെടുക്കണ്ട, പോട്ടെ. അല്ലാതുള്ള സാധാരണപ്പെട്ട പാവങ്ങൾ, കൂലിപ്പണിക്ക് പോകുന്നവരും അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നവരും ബുദ്ധിമുട്ടുന്നവരും മിനിമം സർക്കാർ ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സംഭവത്തിന് നല്ല ഒരു സപ്പോർട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതാണ് മറ്റൊരു കാര്യം. അപ്പൊ അതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ജനമൈത്രി സംവിധാനത്തിൽ ഒന്നുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് അവരെ താല്പര്യമുള്ള ആളുകളെ മാത്രം ജനമൈത്രി പോലീസ് സംവിധാനത്തിലേക്ക് നിയോഗിക്കപ്പെട്ടുകൊണ്ട് അവരെ അതിന് മാത്രം നിയോഗിക്കുകയും, ഇനി അതല്ല ഒരു വർഷത്തെ ദൗത്യം എന്ന നിലയ്ക്ക് ആ ആളുകളെ മയക്കുമരുന്നിന്റെ
ഉപയോഗത്തിനെയും അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ വ്യാപനത്തെയും തടയുന്നതിനുള്ള പ്രവർത്തനമാക്കി മാത്രം മാറ്റിയാലും കുഴപ്പമില്ല. ജനമൈത്രി പോലീസ് ഓരോ വീടുകളിലും പോയിട്ട് കണക്കെടുത്തുകൊണ്ട് എത്ര യുവാക്കളുണ്ട്, എത്ര കൗമാരക്കാരുണ്ട്, എത്ര സ്റ്റുഡൻസ് ഉണ്ടെന്ന് എടുക്കുകയും അതിൽ അങ്ങനെ പരിസരത്ത് പോയിട്ട് ഇതിലാരെങ്കിലും ഈ വീട്ടിലാരെങ്കിലും ഉപയോഗിക്കുന്ന സംശയിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെയൊക്കെ ഒരുപാട് വിദ്യകളുണ്ട്. അതിനവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ആർക്കാ? ജനമൈത്രി പോലീസ് സംവിധാനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം. അതില് റിസൾട്ട് കിട്ടിയില്ലാന്നോ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ എണ്ണം തയ്ക്കുന്നോ പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അല്ലാതെ തന്നെ ഇത് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഓരോ വാർഡ് തലത്തിലുള്ള ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന കമ്മിറ്റികളെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പോലീസിന്റെ ജനമൈത്രി പോലീസ് സംവിധാനത്തിന്റെ വേറൊരു കാര്യമുണ്ട്. ഈ ജനമൈത്രി പോലീസിന് കിട്ടുന്ന ഇൻഫർമേഷൻസ് അതാത് സ്റ്റേഷനിലെ ഓഫീസർമാരോട് പറയുമ്പോൾ അതിനെ ഈസി ആയിട്ട് വിടുന്നതിന് പകരം കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളൊരു കാര്യം കൂടി സൂചിപ്പിച്ചിരിക്കുകയാണ്. ചില സ്റ്റേഷനിലേക്ക് ഓഫീസർമാർക്ക് ജനമൈത്രി പോലീസ് ബീറ്റ് ഓഫീസർമാരുടെ പുച്ഛമാണ്. നിങ്ങളൊക്കെ എന്ത് പണിയെടുക്കണമെന്നുണ്ട്. പക്ഷെ ഇത് നിലവിലുള്ള നിയമപ്രകാരം ഉണ്ടാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് അവരെ പുച്ഛം ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായിട്ട് അവരെ ഡ്യൂട്ടിക്ക് വിട്ടു നോക്കൂ. വളരെ ആത്മാർത്ഥതയുള്ള പോലീസുകാരാണെങ്കിൽ അവരത് കണ്ടെത്തിയിരിക്കും. അല്ലെങ്കിൽ ജനങ്ങളായിട്ടുള്ള ആ ഒരു സൗഹൃദം സ്ഥാപിച്ചുകൊണ്ട് സമൂഹത്തിൽ നടക്കുന്ന ഇല്ലീഗൽ ആക്ടിവിറ്റീസിന്റെ മുഴുവൻ വിവരങ്ങളും ഈ പോലീസിന് കൊടുക്കാൻ തയ്യാറാകുന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മറ്റൊരു കാര്യമാണ് പറയാനുള്ളത്. ഒന്നുകൂടി പറയാനുള്ളത് ഇതാണ്. ബഹുമാനപ്പെട്ട കോടതിയിൽ നിയമ ഭേദഗതി ആവശ്യമാണെങ്കിൽ വരുത്തിക്കൊണ്ട്, നിയമനിർമ്മാണ സഭ ആവശ്യമാണെങ്കിൽ ഇത് വരുത്തിക്കൊണ്ട് ഈ ശിക്ഷ അധികരിപ്പിക്കാൻ വേണ്ടി നോക്കണം. അതിനകത്ത് സ്മോൾ ക്വാണ്ടിറ്റി, ലാർജ് ക്വാണ്ടിറ്റി എന്നുള്ള ഒഴിവാക്കിക്കൊണ്ട് ഈ പറഞ്ഞ ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും ജാമ്യമില്ലാ വകുപ്പ് തന്നെയാണ്. മിനിമം 14 ഡേയ്സ് കഴിഞ്ഞിട്ട് ജാമ്യാപേക്ഷ വെക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 30 ഡേയ്സ് കഴിഞ്ഞിട്ട് ജാമ്യാപേക്ഷ വെക്കാൻ പാടുള്ളൂ എന്ന നിബന്ധന കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെയധികം ഉപകാരമാകും. അപ്പൊ അതുകൊണ്ട് അതും കൂടി ശ്രദ്ധിച്ചാൽ നന്നായി. ഇതര സംസ്ഥാന തൊഴിലാളികൾ ഒരുപാടായിട്ടുണ്ട്, നമുക്ക് ഏകദേശം എല്ലാവർക്കും അറിയാം. തെക്കൻ ജില്ലകളിൽ എസ്പെഷ്യലി പെരുമ്പാവൂർ, മൂവാറ്റുപുഴ പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാടായിട്ടുണ്ട്. അപ്പൊ അതിൽ ചെയ്യാനുള്ളത് നിരന്തരമായിട്ടുള്ള റെയ്ഡ് അവിടെ നടത്തിക്കൊണ്ടിരിക്കണം. 2 കാരണം കൊണ്ടാണ്. ഒന്ന്, ഈ പറഞ്ഞ മയക്കുമരുന്നിന്റെ വിപണനത്തിനകത്ത് രാഷ്ട്രീയമായ ചില പ്രശ്നങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒളിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള സംവിധാനങ്ങൾ ഇവരുടെ റെയ്ഡിലൂടെ നമുക്ക് സാധിക്കും, പോലീസിന് സാധിക്കും. അപ്പൊ അതുകൊണ്ട് നിരന്തരമായിട്ട് വൺസ് ഇൻ എ വീക്ക് ആൾട്ടർനേറ്റീവായിട്ട് ഓരോ സ്ഥലങ്ങളിലും പോയിട്ട് വൺസ് ഓർ ട്വൈസ് ഇൻ എ വീക്ക് എന്ന രീതിയിലേക്ക് പോയി ഇവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം ഉപയോഗം കുറയും, ഒപ്പം കൊണ്ടുവരലും കുറയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ബോർഡറുകൾ കടക്കുന്ന ഏതൊരു ഇതര സംസ്ഥാന തൊഴിലാളിയും ശത്രുതാ മനോഭാവത്തോടെ അല്ലാതെ സൗഹൃദ മനോഭാവത്തോടെ വളരെ കർശനമായ ചെക്കിങ്ങിന് ഉപാധിയാക്കിക്കൊണ്ട് വരണം എന്നാണ് ആ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പോക്കുവരവിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള വിവരശേഖരണം നടത്തുകയും അതിനകത്തുള്ള ആളുകളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ മുഴുവൻ മനസ്സിലാക്കി വെക്കുകയും ചെയ്യുകയും ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസമെങ്കിലും പല സ്ഥലങ്ങളിലായിട്ട് റെയ്ഡ് നടത്തുകയും അതിൽ നിന്നും ഈ മയക്കുമരുന്ന് കണ്ടെത്തുകയും ചെയ്താൽ കടുത്ത ശിക്ഷയ്ക്കുള്ള സംവിധാനങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യണം എന്നാണ് മറ്റൊരു അപേക്ഷ. ഇതര സംസ്ഥാന തൊഴിലാളികളോട് ശത്രുതയൊന്നും പെരുമാറണമെന്ന് പറയുന്നില്ല. പക്ഷെ ഇതര സംസ്ഥാന തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തിയിട്ടില്ലെങ്കിൽ കേരളീയര് വലിയ വില കൊടുക്കേണ്ടി വരുന്നുള്ളത് ചില അനുഭവങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അത് ലോ ആൻഡ് ഓർഡർ ആയിക്കോട്ടെ, ഈ നർക്കോട്ടിക്സ് ആയിക്കോട്ടെ. അപ്പൊ അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്താതെ അലംഭാവം കാണിച്ചു കഴിഞ്ഞാൽ പോലീസിന് വമ്പൻ തലവേദനയാകും എന്നുള്ളത് ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കാതിരിക്കാൻ ഉള്ള സംവിധാനം ചെയ്യണം എന്നാണ് എൻ്റെ ഇതുവരെയുള്ള വീഡിയോയിൽ എനിക്ക് പറഞ്ഞു വെക്കാനുള്ളത്. നമസ്കാരം.